സ്വപ്നം എന്നത് ഒരു അത്ഭുതമാണ്. സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? സ്വപ്നത്തെ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്? ഈ ലോകത്തിലെ വൈദ്യശാസ്ത്രത്തിനോ ശാസ്ത്രത്തിനോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു രഹസ്യം ഇതിനകത്തുണ്ട്. സ്വപ്നം എൻ്റെതാണെങ്കിൽ പോലും എനിക്കതിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ഘടന സ്വപ്നത്തിലുണ്ട്. ഞാൻ കാണുന്ന സ്വപ്നത്തെ എങ്ങനെ ആക്കണമെന്ന് എനിക്ക് പറ്റത്തില്ല, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതാണ് സ്വപ്നത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. കാരണം ഇത് മനസ്സാക്ഷിയിൽ നിന്ന് ഉരുത്തിരിയപ്പെടുന്ന അനുഭവങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്നതാണ് സ്വപ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ മനസ്സാക്ഷി ഏതിലാണോ ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ ബന്ധപ്പെട്ടിരിക്കുന്നത് മാത്രമായിരിക്കും നീ സ്വപ്നത്തിൽ കൂടി കാണുക. ബൈബിളിൽ ഇതിനെക്കുറിച്ച് വളരെയധികം വ്യക്തമായ നിർവചനമുണ്ട്. നിന്റെ മനസ്സാക്ഷി ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ പിന്നെ നിന്റെ സ്വപ്നത്തിൽ കൂടി സംസാരിക്കുന്നത് ദൈവമാണ്. ദൈവം ഈ ലോകത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ നടുവിൽ അവൻ്റെ മനസ്സാക്ഷി ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ ഭാവിയെ പ്രവചിക്കുന്ന തലത്തിലുള്ള സ്വപ്നങ്ങൾ ദൈവം നിനക്ക് വേണ്ടി തരും. ഇത് യാഥാർത്ഥ്യമാകപ്പെടുകയും ചെയ്യും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വപ്നം കാണുന്നത് അവൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന തലത്തിലേക്ക്, യാഥാർത്ഥ്യ തലത്തിലേക്ക് എത്തും. ഇതാണ് സ്വപ്നത്തിൻ്റെ ഒരു ഗതി എന്ന് പറയുന്നത്. പക്ഷേ നിന്റെ മനസ്സാക്ഷി ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. ബൈബിളിൽ ചില കഥാപാത്രങ്ങളുടെ ബന്ധം ദൈവമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവരിൽ കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഈ ലോകത്ത് തന്നെ അവരനുഭവിക്കുവാനിടയായി. അതുകൊണ്ട് സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നീ ദൈവത്തിൻ്റെ മനസ്സാക്ഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നിന്റെ സ്വപ്നത്തിൽ കൂടി ദൈവം നിന്നോട് സംസാരിക്കും. അത് നിന്റെ ജീവിതത്തിൽ അത്ഭുതമായ യാഥാർത്ഥ്യത്തിലേക്ക് എത്തും. അത് വലിയൊരു പോസിറ്റീവായി നിന്റെ ജീവിതത്തിൽ ഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.